വെങ്കട് പ്രഭു സംവിധാനം ചെയ്ത മാനാട് എന്ന സിനിമ കണ്ടവരായിരിക്കും സിനിമാ പ്രേമികളിൽ അധികവും. ചിമ്പുവും കല്യാണി പ്രിയദർശനും എസ്.ജെ. സൂര്യയും ഒക്കെ അഭിനയിച്ച സിനിമയാണത്. സിനിമയുടെ തുടക്കത്തിൽ ഒരു ഫ്ലൈറ്റിൽ നാട്ടിലേക്ക് ഒരു കല്യാണം കൂടാൻ യാത്ര ചെയ്യുന്ന ചിമ്പുവിൻ്റെ ജീവിതത്തിൽ ചില സംഭവങ്ങൾ നടക്കുന്നു. ചിമ്പു ഞെട്ടി എഴുന്നേൽക്കുമ്പോൾ താൻ ഫ്ലൈറ്റിൽ തന്നെയാണെന്ന് പിന്നീട് അറിയുന്നു. പിന്നീട് സംഭവങ്ങൾ വീണ്ടും റിപ്പീറ്റ് സംഭവിക്കുന്നു. വീണ്ടും ഞെട്ടി എഴുന്നേൽക്കുന്നു. വീണ്ടും കഴിഞ്ഞ സംഭവങ്ങൾ റിപ്പീറ്റ് ആകുന്നു. ചിമ്പുവിൻ്റെ മനസ്സിൽ അപ്പോൾ ഉള്ളത് ഇതൊക്കെ ഒരു പ്രാവശ്യം നടന്നതാണല്ലോ എന്ന ചിന്തയാണ്. ഒരു ലൂപ്പിൽ പെട്ടതുപോലെ വീണ്ടും സംഭവങ്ങളുടെയോ അല്ലെങ്കിൽ ചരിത്രത്തിൻ്റെയോ ആവർത്തനമെന്ന് പറയാവുന്ന സംഭവങ്ങൾ, ആ നാളുകൾ റിപ്പീറ്റ് ചെയ്യുന്ന അവസ്ഥ. ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിൽ സംഭവിക്കുന്നതും ഏതാണ്ട് സമാനമായ കഥ പോലെ ആർക്കെങ്കിലും ഇത് മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നിയാലും തെറ്റില്ല. ഗൗതം ഗംഭീറിന്റെ കോച്ചിങ് കാലത്തെ ഇന്ത്യൻ ടീമിനെ കാണുമ്പോൾ ആരുടെയെങ്കിലും മനസ്സിൽ ഗ്രെഗ് ചാപ്പൽ കോച്ചായിരുന്ന ഇന്ത്യൻ ടീമിന്റെ കാലം ഓർമ്മ വന്നാൽ അവരെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല. അന്ന് നടന്ന സംഭവങ്ങൾ ഇന്നത്തെ ഇന്ത്യൻ തോൽവികളുമായും സീനിയേഴ്സിനെയൊക്കെ ടീമിൽ നിന്നും ക്യാപ്റ്റൻസി അടക്കം തിരിച്ചെടുത്ത് പുകച്ച് പുറത്ത് ചാടിച്ചതുമായിട്ടൊക്കെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായും കാണാൻ സാധിക്കും ഗൗതം ഗംഭീർ എന്ന കോച്ചിന് എവിടെയൊക്കെയോ എങ്ങനെയൊക്കെയോ അന്നത്തെ കോച്ചായിരുന്ന ഗ്രെഗ് ചാപ്പലുമായി എന്തൊക്കെയോ ബന്ധമുണ്ട്. പേഴ്സണൽ ഈഗോയുടെ പുറത്ത് ചില കളിക്കാരെ ടീമിൽ തിരുകി കയറ്റുകയും ചിലരെ ടീമിൽ എടുക്കാതിരിക്കുകയും ചെയ്യുക വഴി സെറ്റിൽഡായ ഒരു ടീമിനെ തകർത്തവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഗ്രെഗ് ചാപ്പലിനെ പോലെ തന്നെ ഗൗതം ഗംഭീറും. Gautam Gambhir is doing what Greg Chappell did to the men's Indian cricket team. A fantastic team ruined by the coach. രോഹിത്തിനെയും വിരാടിനെയും ഒക്കെ പുകച്ച് പുറത്ത് ചാടിച്ച് സീനിയേഴ്സ് ഓർ സൂപ്പർ സ്റ്റാർ കൾച്ചർ ടീമിൽ വേണ്ടെന്ന ഒരു ചട്ടം പിടിക്കുന്നു. കളിക്കാരെ മാറ്റി മാറ്റി പരീക്ഷിച്ച് അവരുടെ മനസ്സിലൊരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കുന്നു. സഞ്ജുവിനെ പോലുള്ള താരങ്ങളെ ബാറ്റിംഗ് ഓർഡർ ഷഫിൾ ചെയ്ത് ഒറ്റ മത്സരത്തിലെ ഫോം ഔട്ടിൻ്റെ പേരിൽ പുറത്താക്കുന്നു. ഏകദിനത്തിൽ അവസരം നൽകാതിരിക്കുന്നു. ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച പേസ് ബോളർമാരിൽ ഒരാളായ ഷമിയെ നിരന്തരം അവഗണിക്കുന്നു. ഓൾറൗണ്ടേഴ്സിനെ കുത്തി നിറച്ചുകൊണ്ട് ഈ ടീമിൻ്റെ ബാലൻസ് തെറ്റിക്കുകയാണ്. ഹർഷിത് റാണയെ പോലുള്ള ചില താരങ്ങൾക്ക് ഫോം ഏതായാലും എല്ലാ ഫോർമാറ്റിലും അവസരം നൽകുന്നു. ടീമിൻ്റെ കരിയർ ഗ്രാഫും വിജയ ഫോർമുലയും ആവട്ടെ താനേ തകരുന്നു. ഒരു ദേശി ഗ്രെഗ് ചാപ്പലായി ഗൗതം ഗംഭീർ മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥാവിശേഷമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോച്ച് ഗ്രെഗ് ചാപ്പൽ ഫ്രം 2005 to 2007. സെയിം ഹിസ്റ്ററി ഈസ് റിപ്പീറ്റിംഗ് ഇൻ ദി ഇന്ത്യൻ ക്രിക്കറ്റ് ബൈ കോച്ച് ഗൗതം ഗംഭീർ. ഓർക്കുന്നില്ലേ ഗ്രെഗ് ചാപ്പൽ കോച്ചായിരുന്ന ആ കാലം? 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഒരു അഭിമുഖത്തിൽ രാജ്ദീപ് സർദേശായി സൗരവ് ഗാംഗുലിയോട് ചോദിച്ചൊരു ചോദ്യം ഇങ്ങനെയായിരുന്നു: ഗ്രെഗ് ചാപ്പൽ ഇന്ത്യൻ ക്രിക്കറ്റിനോട് മാപ്പ് പറയേണ്ടതുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ടെണ്ടുൽക്കറിനോട് മാപ്പ് പറയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഗാംഗുലിയോട്, ദ്രാവിഡിനോട്? ഒരു സെക്കൻഡിൻ്റെ മൗനത്തിന് ശേഷം സൗരവ് ഗാംഗുലിയുടെ മറുപടി ഇതായിരുന്നു: ഗ്രെഗിന് വേണമെങ്കിൽ സച്ചിനെ വിളിക്കാം, രാഹുലിനെ വിളിക്കാം, പക്ഷേ അയാൾക്ക് എൻ്റെ നമ്പറിലേക്ക് വിളിക്കാനുള്ള ധൈര്യമുണ്ടാവില്ല. ഈ ഷോ കാണുമ്പോഴും ഞാൻ ആരാണെന്ന് അയാൾക്കറിയാം. സൗരവ് ഗാംഗുലിയുടെ ആ ഒരു മറുപടി.